അച്ഛൻ്റെ ഫോട്ടോയ്ക്ക് മുമ്പിൽ നിന്നുകൊണ്ട് ഭൂമി വാക്ക് കൊടുക്കുന്നുണ്ട്. തൻ്റെ അമ്മ നിരപരാധിയാണെന്ന് പറഞ്ഞുകൊണ്ട് അമ്മയെ രക്ഷപ്പെടുത്തുമെന്ന്. അച്ഛനിപ്പോൾ പറയാണ്, എനിക്കറിയാം മോള് അമ്മയെ രക്ഷപ്പെടുത്തുമെന്ന് എനിക്കറിയാം. അങ്ങനെ ഭൂമിക്ക് അച്ഛൻ ആത്മവിശ്വാസം നൽകുന്ന പോലൊക്കെ ഭൂമിക്ക് തോന്നുകയാണ്. അങ്ങനെ ഭൂമി ഈ കേസിൻ്റെ കാര്യത്തിനായിട്ട് ഇറങ്ങിത്തിരിക്കുന്നുണ്ട് കേട്ടോ. തൻ്റെ അമ്മ പറഞ്ഞതുപോലെ ആ മുറിയിൽ ആരോ ഉണ്ടായിരുന്നല്ലോ, അതാരാണേന്ന് തനിക്കറിയണം. അതുപോലെ തന്നെ അജയും സത്യനും ഒക്കെ കൂടിയിട്ട് ഈ കേസിൽ അന്വേഷണം ഊർജിതമാക്കുകയാണ്. അജയ് പറയുന്നുണ്ട്, അതാരാണെങ്കിലും എത്രയും പെട്ടെന്ന് ഞാൻ കണ്ടുപിടിച്ചിരിക്കുമെന്ന് അജയും വാശിയോടുകൂടി തന്നെ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ വീടും പരിസരമൊക്കെ നോക്കി നടക്കായിരിക്കും ഭൂമി. ഈ ഒരു സമയത്ത് മഴ പെയ്ത് ആകെപ്പാടെ ചള്ളയൊക്കെ ആയി നാശമായി കിടക്കുകയാണ് കേട്ടോ വീടും പരിസരമൊക്കെ. അതെല്ലാം ഭൂമിയും മീനാക്ഷിയും കൂടി ക്ലീനൊക്കെ ചെയ്യുന്നുണ്ട്. ആ ഒരു സമയത്താണ് ഞെട്ടിക്കുന്നൊരു കാഴ്ച നമ്മുടെ ഭൂമി കാണുന്നത് കേട്ടോ. കുറേ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഭൂമി പോലീസ് സ്റ്റേഷനിൽ പോയിരുന്നപ്പോൾ അവിടെ വെച്ച് അച്ഛൻ്റെ ഫോൺ കിട്ടിയിരുന്നോ എന്ന് ഭൂമി ചോദിക്കുന്നുണ്ട്. വീടും പരിസരമൊക്കെ അരച്ചു പേർക്കത് പോലീസുകാരായിരുന്നല്ലോ, എന്നാൽ അങ്ങനെ ഒരു സാധനം അവിടെ കിട്ടിയിട്ടില്ല എന്ന് അജയ് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ അവർക്കൊരു സംശയം തോന്നുകയാണ്. അജയ് പറയുന്നുണ്ട്, ഇനി വന്ന കൊലപാതകി ആ ഫോണുമായിട്ട് എന്തെങ്കിലും ബന്ധമുള്ള ആളാണോ, ആ ഫോൺ അയാളെ കൊണ്ടുപോയി കാണുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ സൈബർ സെല്ലിൽ പറഞ്ഞ ഫോണിനെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ ഫോണ് സ്വിച്ച് ഓഫ് ഇടാന്നാട്ടോ കാണിക്കുന്നത്. അപ്പോൾ അതിലെന്തോ രഹസ്യമുണ്ടെന്ന് രണ്ടുപേർക്ക് മനസ്സിലാവാണ്. ഒരുപക്ഷെ കള്ളൻ ആ മൊബൈലും കൊണ്ട് പോയിരുന്നെങ്കിലോ എന്നിവർ ഓർക്കുന്നുണ്ട്. ഭൂമി പറയാണ്, താൻ അന്ന് അച്ഛനടുത്തുനിന്ന് പോകുന്ന സമയത്തും അച്ഛൻ്റെ കയ്യിൽ ആ ഫോൺ ഉണ്ടായിരുന്നു. ആരെയോ കോൾ ചെയ്യാൻ പോകുന്ന പോലെയാ എനിക്ക് തോന്നിയത്. എന്തോ രഹസ്യം അച്ഛൻ്റെ ഉള്ളിൽ ഉള്ളതുപോലെ എനിക്ക് തോന്നി. ഇനി ആ രഹസ്യത്തിന് വേണ്ടി എങ്ങാണമായിരിക്കോ എൻ്റെ അച്ഛനെ അവർ ഉപദ്രവിച്ചത് എന്നിങ്ങനെ ഭൂമി ചോദിക്കുകയാണ്. അജയ് പറയുന്നുണ്ട്, എന്തായാലും അറിയില്ല, അന്ന് പോലീസുകാർ വീടും പരിസരമെല്ലാം അരിച്ചു പരകിയതാ, ആ ഫോൺ അവിടെ കിട്ടിയിരുന്നില്ലായിരുന്നു. അപ്പോൾ അമ്മയോട് ചോദിക്കുമ്പോൾ അമ്മ പറയാണ്, അതിനെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല മോളെ, അതിനു മുമ്പേ അച്ഛനിൽ ഫോണുള്ളത് ഞാൻ കണ്ടതാ, അതിനുശേഷം എന്തൊക്കെയാ സംഭവിച്ചെന്ന് മോള് തന്നെ കണ്ടതല്ലേ എന്നും പറഞ്ഞുകൊണ്ട് പൊട്ടിക്കഴിയുന്നുണ്ട്. ഈ സമയത്ത് തെളിവുകളെല്ലാം എതിരായതുകൊണ്ട് തന്നെ റിമാൻഡിലാണ് കേട്ടോ ഭൂമിയുടെ അമ്മ. അങ്ങനെയാണ് ഭൂമി ആ ഒരു കേസിന് പിന്നിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു വക്കീലിനൊക്കെ ഭൂമി ഏർപ്പാടാക്കുന്നുണ്ട്. അവളുടെ സ്വർണ്ണാഭരണമൊക്കെ ഇരുന്നതൊക്കെ വിറ്റിട്ടാണ് കേട്ടോ ആ ഒരു വക്കീലിനെ ഏർപ്പാടാക്കുന്നത്. അത് നല്ല ഹൈക്കോർട്ടിലെ ഒരു വക്കീലായിരിക്കും. നല്ല ഫീസാണ് കേട്ടോ അയാൾക്ക്. അത് കൊടുക്കാനുള്ള വരുമാനമൊന്നും നമ്മുടെ ഭൂമിക്ക് ഇല്ലല്ലോ. ഇപ്പോൾ കടയും കുറച്ച് ദിവസം കൊണ്ട് അടഞ്ഞു കിടക്കുകയാണ്. അജയ് എങ്കിൽ ഭൂമിയെ നിർബന്ധിക്കുന്നുണ്ട്, താൻ എത്രയും പെട്ടെന്ന് ആ കട തുറന്ന് പ്രവർത്തിക്കണം, തനിക്ക് വരുമാന മാർഗം വേണ്ടേ എന്നൊക്കെ പറയുമ്പോൾ അച്ഛനും അമ്മയും ഈ അവസ്ഥയിലായിരിക്കുമ്പോൾ ഞാൻ എങ്ങനെയാ സാർ പോയ കടയിൽ എന്ന് ചോദിക്കുകയാണ്. തൻ്റെ അമ്മയെ രക്ഷപ്പെടുത്തണ്ടേ എന്ന് ചോദിക്കുമ്പം അത് വേണം, അതിന് ഒരുപാട് കാശ് ആവശ്യമുണ്ടല്ലേ എന്ന് ചോദിക്കുമ്പം അതെ, ഒരുപാട് ഫീസ് ആവശ്യമുണ്ട് എന്ന് അജയ് പറയുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആദ്യത്തെ ഗഡു താൻ എങ്ങനെ അടച്ചു എന്ന് ചോദിക്കുമ്പം എൻ്റെ കുറേ സ്വർണ്ണാഭരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം ഞാൻ വിറ്റു, അങ്ങനെയാണ് ഇത്രയും നാൾ കേസ് നടത്തിയെന്ന് ഭൂമി പറയുന്നുണ്ട്. അജയ് അപ്പോൾ താൻ പൈസ ഒന്ന് സഹായിക്കുമെന്ന് പറയുമ്പം അത് വേണ്ട, ആ സഹായം ഒരിക്കലും സ്വീകരിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് ഭൂമി പോകുന്നുണ്ട് കേട്ടോ. സത്യനാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഭൂമി ആശ്വസിപ്പിക്കാനൊക്കെ ആയിട്ട് അവളുടെ വീട്ടിലേക്ക് വന്നു പോകുന്നുണ്ട്. അങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ ഭൂമി മിറ്റം പരിസരമൊക്കെ വൃത്തിയാക്കുന്നത്. ആ സമയത്ത് ഞെട്ടിക്കുന്നൊരു കാഴ്ച നമ്മുടെ ഭൂമി കാണുന്നുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ തറയിൽ ചെളിയിൽ പൂണ്ട് കിടക്കുന്ന അച്യുതാനന്ദൻ്റെ ഫോണാണ് ഭൂമിയുടെ കയ്യിൽ കിട്ടുന്നത്. അത് കണ്ട് ഭൂമി ആകെപ്പാടെ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്ന പോലെ ആയിട്ടോ. അച്ഛൻ്റെ ഫോൺ ഇത്രയും കാലം ആ ഒരു കൊലപാതകി കൊണ്ടുപോയി എന്നാണല്ലോ ഭൂമി കരുതിയിരുന്നത്. പക്ഷെ തൻ്റെ അച്ഛൻ്റെ ഫോൺ എവിടെയും പോയിട്ടില്ല. അച്ഛൻ മരിച്ചു കിടന്ന അതേ മുറിയുടെ അതേ ജനലിൽ തന്നെ ആ ജനലിന് താഴെയിട്ടാണ് ഫോൺ കിടക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ അച്ഛൻ മരിച്ചതിന് ശേഷം ആ ആളുകളൊക്കെ കൂടിയ സമയത്ത് എങ്ങനെയെങ്കിലും താഴെ പോയതായിരിക്കും. പിന്നെ മരണവും അതുപോലെ തന്നെ മഴയും പിന്നെ ചള്ളയും വെള്ളമൊക്കെ ആയിട്ട് ആ ചെളിയിൽ പൂണ്ടുപോയതായിരിക്കും എന്ന് ഭൂമി ഓർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഭൂമിക്ക് ഫോൺ കിട്ടിയപ്പോൾ വലിയ സന്തോഷമാകുന്നുണ്ട്. പക്ഷേ അത് യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ മൊത്തം ചെളി പിടിച്ച് കിടക്കുകയല്ലേ. കുറേ നാളായിട്ട് ചെളിയിൽ പൂണ്ട് കിടക്കുകയായിരുന്നല്ലോ ആ ഫോണ്. അതുകൊണ്ട് തന്നെ അത് യൂസ് ചെയ്യാനൊന്നും പറ്റില്ല എന്ന് ഭൂമിക്ക് മനസ്സിലായി. ഭൂമി നല്ലവണ്ണം അതുകൊണ്ടേ കഴുകുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഇത് ഒരിക്കലും തന്നെ ശരിയാവില്ല എന്ന് ഭൂമിക്ക് മനസ്സിലായതുകൊണ്ട് തന്നെ അജയെ വിളിച്ചിട്ട് ഈ ഒരു കാര്യം പറയുന്നുണ്ട്. അജയ് പറയാണ്, അതൊന്ന് ശരിയാവുമായിരുന്നെങ്കിൽ അതിലെന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യായിരുന്നു. ഒരു ചെറിയ തെളിവെങ്കിലും അതിൽ നിന്ന് കിട്ടിയിരുന്നെങ്കിലോ. തന്നെ നമ്മെ രക്ഷപ്പെടുത്താനായിട്ട് വേറൊരു തെളിവും നമുക്കില്ല, ഈ ഒറ്റ തെളിവ് മാത്രമേ ഉള്ളൂ എന്ന് പറയാണ്.
എങ്ങനെയെങ്കിലും ആ ഫോണൊന്ന് ശരിയാക്കാൻ നീ ശ്രമിച്ചു നോക്കെന്ന് ഭൂമിയോട് പറയുന്നുണ്ട്. ഭൂമി അങ്ങനെ പരിചയമുള്ള ഒരു കടയിൽ കൊണ്ടിട്ട് ഈ ഫോൺ കൊടുക്കുകയാണ്. എത്രയും പെട്ടെന്ന് ശരിയാക്കി തരുമെന്ന് ചോദിക്കുമ്പം അയാൾ പറയുന്നുണ്ട്, മോളെ അതിന് വലിയ പാടാ, ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത്രയും ദിവസം മഴയിലും ചള്ളയിലും കിടന്നതല്ലേ, ബോർഡൊക്കെ അടിച്ചു പോയി കാണും. ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. പാർട്സ് എല്ലാം ഊരി മാറ്റി വെക്കേണ്ടി വരും. പക്ഷെ ഇതിനകത്തുള്ള ഒന്നും പോകാൻ നോക്കണം. വീഡിയോസും ഫോട്ടോസും മെസ്സേജസും ഒന്നും പോകരുത്. അതിനെനിക്ക് ഉറപ്പ് തരാൻ പറ്റില്ല മോളെ. ഞാനൊന്ന് ശ്രമിക്കാമെന്ന് ആ കടയിലെ ആളും പറയാണ്. അങ്ങനെ ഭൂമി തിരികെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുന്നുണ്ട്. അജയുടെ കേസിൻ്റെ കാര്യമൊക്കെ ചോദിക്കാനായിട്ട്. ഫോൺ എന്തായാലും കൊടുത്തു എന്നും പറയുന്നുണ്ട്. അങ്ങനെ അജയ് പറയാണ്, കേസ് ഈ ആഴ്ച വിളിപ്പിക്കും. തെളിവുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അമ്മയുടെ കാര്യം വല്ലാത്ത കഷ്ടമാണ്. എന്തായാലും അമ്മയുടെ മൊഴിയുണ്ടല്ലോ, നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ പരിശ്രമിച്ച് നോക്കാം എന്നൊക്കെ അജയ് പറയാണ്. അതിനിടയിൽ സൗഭാഗ്യപുരത്ത് അജയുടെയും അഞ്ജനയുടെയും വിവാഹക്കാര്യം മുറുകിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും കാലം എന്തൊക്കെയോ പറഞ്ഞ് അജയ് ഒഴിവായി. പക്ഷെ ഇനി അതിന് സമ്മതിക്കില്ല കേട്ടോ അച്ഛമ്മ പറയുന്നുണ്ട്. മുത്തശ്ശി പറയുന്നുണ്ട്, മോനെ എത്രയും പെട്ടെന്ന് വിവാഹം നടക്കണം. ഞാനാണ് ഭവാനിക്ക് വാക്ക് കൊടുത്തത്. നിന്റെയും അഞ്ജനയുടെ വിവാഹം നടക്കണമെന്ന് പറയുമ്പോൾ അവൻ പറയുന്നുണ്ട്, മുത്തശ്ശിക്ക് എൻ്റെ കാര്യങ്ങളെല്ലാം അറിയാവുന്നതല്ലേ. എടാ, അതൊക്കെ കഴിഞ്ഞു പോയ കാര്യമല്ലേ. അത് ഓർത്ത് നീ ഇങ്ങനെ വിഷമിച്ചിരുന്നാലോ. ആ പെൺകുട്ടിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് പോലും നിനക്കറിയില്ല. എന്നിട്ടും അവളെ ഓർത്ത് നിന്റെ ജീവിതം കളയണോ എന്ന് പറയുമ്പോൾ മുത്തശ്ശി അഞ്ജനൻ ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല. അത് മാത്രമല്ല, അവളുടെ ക്യാരക്ടറും അവളുടെ സ്വഭാവമൊന്നും എനിക്കിഷ്ടമില്ല എന്ന് പറയുന്നുണ്ട്. അതൊന്നും സാരമില്ലടാ, അതൊക്കെ വിവാഹം കഴിയുമ്പം ശരിയായിക്കോളും. ഈ അമ്മ ഉണ്ടല്ലോ ഇവിടെ, നിങ്ങൾ രണ്ടുപേരും ഇവിടെ തന്നെ താമസിക്കാൻ പോണേ. എന്ത് പ്രശ്നം ഉണ്ടായാലും ഈ ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ മുത്തശ്ശി പറഞ്ഞിട്ട് വിവാഹ നിശ്ചയം നടത്താൻ ഒരുങ്ങാണ്. അങ്ങനെ ആ സൗഭാഗ്യപുരം ഒരു കൊട്ടാരം പോലെ അലങ്കരിക്കുകയാണ് കേട്ടോ. തോരണങ്ങളും ലൈറ്റുകളും മാലകളൊക്കെ ഇട്ട് ആ വീട് വലിയൊരു ആഘോഷമാക്കി മാറ്റിയിരിക്കുകയാണ്. ഭൂമിയെ ഒരു പ്രത്യേകമൊന്ന് ക്ഷണിക്കുന്നു കേട്ടോ. ക്ഷണിക്കാൻ വരുന്നത് മുത്തശ്ശിയും അതുപോലെ നമ്മുടെ അജയുടെ അമ്മയും കൂടെ ആയിരിക്കും കേട്ടോ ക്ഷണിക്കാനായിട്ട് വരുന്നത്. അങ്ങനെ ഭൂമിയാണെങ്കിലോ ഇതിനോടൊന്നും യാതൊരു താല്പര്യവും കാണിക്കുന്നില്ല. എങ്കിൽ ഞാൻ വന്നേക്കാന്ന് അവൾ പറയുന്നുണ്ട് കേട്ടോ. കേസിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയായിന്ന് മുത്തശ്ശി അവളോട് ചോദിക്കുന്നുണ്ട്. ഇതേസമയം മുത്തശ്ശി അവളെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുകയാണ്. തൻ്റെ സ്വന്തം കൊച്ചുമോളെ പോലെ തന്നെയാണ് താൻ മോളെ കണ്ടിരിക്കുന്നത്. ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട, എല്ലാത്തിനും നാൾ കൂടെ കാണും. അജയെ പ്രത്യേകം പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് അംബികയെ പുറത്തിറക്കുമെന്നും മുത്തശ്ശി പറയാണ്. സംഗീതിയാണെങ്കിലോ ഭൂമിയെ കെട്ടിപ്പിടിച്ച് പറയുന്നുണ്ട്, മോള് വിഷമിക്കണ്ട, എന്തൊക്കെ വന്നാലും അമ്മ പുറത്തിറങ്ങും. മോളുടെ അമ്മ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് അജയ് പറഞ്ഞു. അവിടെ മറ്റാരോ ഉണ്ടായിരുന്നെന്നും അജയ് പറഞ്ഞു കേട്ടു. അങ്ങനെ ഒരു നിരപരാധിയെ ശിക്ഷിക്കാൻ നമ്മൾ സമ്മതിക്കില്ല മോളെ. അജയ് നിന്റെ കൂടെ തന്നെ ഉണ്ടാവും എന്ന് പറയാണ്. വിവാഹ നിശ്ചയത്തിന് മോളെ രാവിലെ തന്നെ വരണം. മോളുടെ പ്രസൻസ് അവിടെ വേണം. പിന്നെ പലഹാരങ്ങളെല്ലാം മോളുടെ കയ്യിലുണ്ടാക്കി തന്നെ വേണമെന്നാ അമ്മയ്ക്ക് നിർബന്ധം എന്ന് പറയുമ്പോൾ മുത്തശ്ശി, അതിനൊന്നും എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. കട പോലും ഞാൻ തുറന്നിട്ട് കുറേ നാളായി. എനിക്കിനി അതിന് കഴിയുമെന്ന് തോന്നുന്നില്ല. എൻ്റെ എല്ലാ കോൺഫിഡൻസും നഷ്ടപ്പെട്ടു. എൻ്റെ അമ്മയെ പുറത്തിറക്കണം, അത് മാത്രമേ ഉള്ളൂ എൻ്റെ ഒരു പ്രതീക്ഷയും വാശിയും എല്ലാം. അതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ജീവനോടെ ഇരിക്കുന്ന പോലും. അല്ലെങ്കിൽ അച്ഛൻ പോയപ്പോൾ തന്നെ ഞാനും പോയേനെ. പക്ഷേ പിന്നീട് ഓർത്തത് എൻ്റെ അമ്മ എന്നൊരാൾ ഈ ലോകത്തുണ്ടല്ലോ, അമ്മയും തനിച്ചായി പോയില്ലേന്ന്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത് എന്ന് പറയുമ്പം മുത്തശ്ശി പറയുന്നുണ്ട്, അങ്ങനെ തെറ്റായ തീരുമാനങ്ങളൊന്നും മോൾ എടുക്കല്ലേ. മോളുടെ അച്ഛൻ മാത്രമേ പോയിട്ടുള്ളൂ. അമ്മയും മുത്തശ്ശിയും ഈ നിൽക്കുന്ന സംഗീതയും അതുപോലെ മോളെ അച്ഛനെ പോലെ കരുതുന്ന സത്യനും ആ വീട്ടിലുള്ള എല്ലാവരും ഉണ്ട്. മോൾ അതുകൊണ്ട് ഒരിക്കലും വിഷമിക്കണ്ട കേട്ടോ. ഞങ്ങളെല്ലാവരും മോളുടെ കൂടെ തന്നെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഈ നിശ്ചയത്തിലുള്ള പലഹാരങ്ങളെല്ലാം റെഡിയാക്കാനൊക്കെ ആയിട്ട് ഭൂമി തീരുമാനിക്കുകയാണ്. അജയ് പറയുന്നുണ്ട് ആ കടയും തുറക്കണമെന്ന്. പക്ഷേ കട തുറക്കാൻ എത്ര ശ്രമിച്ചിട്ടും ഭൂമിക്ക് ആവുന്നില്ല കേട്ടോ. ഭൂമിനെ സീക്രട്ടായിട്ടൊരു സ്ഥലത്തേക്ക്, അതായത് പുറത്തൊരു സ്ഥലത്തേക്ക് നമ്മുടെ അജയ് വിളിക്കുന്നുണ്ട്. എന്താണെന്ന് കാര്യമെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ഭൂമി നേരെ അജയുടെ അടുത്തേക്ക് ചെല്ലാണ്. അജയ് പറയാണ്, സീരിയസ് ആയിട്ടുള്ളൊരു കാര്യം സംസാരിക്കാനായിട്ടാ ഭൂമി ഞാൻ വിളിപ്പിച്ചതെന്ന് പറയുന്നുണ്ട്. എന്താ സാർ, കേസിന് എന്തെങ്കിലും തെളിവ് കിട്ടിയോ? ഇല്ല, അതൊന്നും കിട്ടിയില്ല.
പക്ഷെ മറ്റൊരു കാര്യം എനിക്ക് പറയാനുണ്ട്. നാളെ എന്നെ നിശ്ചയമാണെന്ന് ഭൂമിക്ക് അറിയാലോ. അറിയാം സാർ. മുത്തശ്ശിയും അതുപോലെ സാറിൻ്റെ അമ്മയും സത്യൻ സാറും ഒക്കെ വന്നിരുന്നു എന്നെ ക്ഷണിക്കാനായിട്ട്. ഇത്രയും വലിയ പുണ്യം ഞാൻ എന്താ ചെയ്യുന്നറിയില്ല. അത്രയും വലിയ വീട്ടിൽ നിന്നുള്ള ആൾക്കാരൊക്കെ വന്ന് എന്നെ ക്ഷണിച്ചല്ലോ. അതുതന്നെ വലിയ കാര്യം. ഞാൻ തീർച്ചയായിട്ടും എത്തും. പിന്നെ മുത്തശ്ശി കുറേ പലഹാരങ്ങൾക്ക് ഓർഡർ വന്നിട്ടുണ്ട്. അതെല്ലാം ഞാൻ ചെയ്ത് കൊണ്ടുവരാം എന്ന് പറയുന്നുണ്ട്. എടോ, ഞാൻ അത് പറഞ്ഞല്ല വിളിച്ചത്. അഞ്ജന, അവൾ എനിക്ക് ഒട്ടും ഇഷ്ടമില്ല. അവൾ മദ്യപിക്കും. അതുപോലെ അവൾക്കില്ലാത്ത സ്വഭാവങ്ങളൊന്നുമില്ല. പിന്നെ ഭവാനി അപ്പച്ചിയെക്കുറിച്ച് നിനക്ക് അറിയാമെന്നായിട്ടാ. ആള് ഇച്ചിരി പെശകാം. അതുപോലെ തന്നെയാ മോളും. എനിക്കതുകൊണ്ട് അവളെ ഒട്ടും താല്പര്യമില്ല. അത് മാത്രമല്ല, എൻ്റെ മനസ്സിൽ വേറെ പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടിനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. വിവാഹം കഴിച്ചാൽ അവളെ മാത്രമേ ഉള്ളൂ. അവളുടെ കൂടെ മാത്രമേ ജീവിക്കുള്ളൂ. അത് ഞാൻ നേരത്തെ തീരുമാനിച്ച കാര്യമാണ്. വീട്ടിലുള്ള എല്ലാവരോടും ഞാൻ ഈ കാര്യം പറഞ്ഞു. പക്ഷെ ആരും ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല. നിർബന്ധം പിടിച്ച് എല്ലാവരും അവളെ കൊണ്ട് കെട്ടിക്കാൻ നോക്കുക. എനിക്ക് വിവാഹത്തിന് തീരെ താല്പര്യമില്ല. അതിനിപ്പോൾ ഞാനെന്താ സാർ ചെയ്യണ്ടേ? സാറിനിതൊക്കെ എന്നോട് പറയുന്നേ? അതിന് പ്രത്യേക ഒരു കാര്യമുണ്ട്. താനിപ്പോൾ തൻ്റെ അമ്മയെ രക്ഷിക്കാനുള്ള കാശിന് വേണ്ടി ഓടി നടക്കുകയല്ലേ? തന്നിൽ വിൽക്കാനും ഒന്നുമില്ല. ഞാൻ തനിക്കൊരു ഓഫർ തരാം. അതിന് സമ്മതിക്കുകയാണെങ്കിൽ തൻ്റെ അമ്മ എത്രയും പെട്ടെന്ന് പുറത്തിറങ്ങാം എന്ന് പറയുമ്പം എന്താ സാറെന്ന് ചോദിക്കാണ്. അത് പിന്നെ താൻ എൻ്റെ കൂടെ ഒരു നാടകം കളിക്കണം. നാടകമോ? സാർ എന്താ പറഞ്ഞേ? എൻ്റെ അമ്മ നാടകം കളിക്കുകയായിരുന്നു പണ്ട്. അത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് അതിനോടൊന്നും ഇൻട്രസ്റ്റ് ഇല്ല സാർ. അങ്ങനല്ല, ഇത് റിയൽ ലൈഫിലെ നാടകമാണ്. സാർ എന്തൊക്കെയാണ് പറഞ്ഞേ? എനിക്കിത് മനസ്സിലാകുന്നില്ല. ഞാൻ പറയാം. ദാ, ഇതൊരു എഗ്രിമെൻറ്റാ. ഇത് വായിച്ചു നോക്ക് എന്ന് പറഞ്ഞ് ഭൂമിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. വായിച്ചു നോക്കിയിട്ട് ഭൂമി ചോദിക്കുന്നുണ്ട്, എന്താ സാർ ഇതിൻ്റെയൊക്കെ അർത്ഥം? അത് പിന്നെ അഞ്ജന എങ്ങനെ ഒഴിവാക്കണം. ഈ നിശ്ചയത്തിൽ നിന്നും എനിക്ക് രക്ഷപ്പെടണം. തനിക്ക് തൻ്റെ അമ്മയെ രക്ഷിക്കണം. നമുക്ക് രണ്ടുപേർക്കും എങ്ങനെയെങ്കിലൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി ഓരോ പ്ലാനിങ് ഉണ്ടല്ലേ, ഓരോ ലക്ഷ്യമുണ്ട്. അതിലേക്കെത്താൻ നമുക്ക് രണ്ടുപേർക്കും ശ്രമിച്ചാലോ? തന്നെ ഞാൻ വിവാഹം കഴിക്കാം, ഒരു ഫേക്ക് മാരേജ് എന്ന് പറയുമ്പോഴേക്കും ഭൂമി നിന്ന് അടിമുടി വരയ്ക്കാണ്. സാർ എന്താ പറഞ്ഞേ? ഫേക്ക് മാരേജോ? അതെ, ഒരു ഫേക്ക് മാരേജ് നടത്താം. അങ്ങനെ തന്നെ എന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാം. അപ്പോൾ പിന്നെ അഞ്ജന വിവാഹം കഴിക്കാൻ ആരും പറയില്ലല്ലോ. സാർ എന്താ പറഞ്ഞേ? ആ മുത്തശ്ശിയും ആ അമ്മയും ആ വീട്ടുകാരൊക്കെ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. അവരെല്ലാം മനസ്സിലേക്ക് ഇങ്ങനെയൊരു ഞാനൊരു അഹങ്കാരിയായിട്ട്, ഞാനൊരു ചതിച്ചവളായിട്ട് കയറിപ്പോകാനോ? ഞാൻ ചതിച്ചു എന്ന് അവരെല്ലാം കരുതില്ലേ? അതൊന്നും സാരില്ല. തനിക്ക് എൻ്റെ അമ്മയെ രക്ഷിക്കണമെന്ന് ഭൂമി പറയാണ്. അങ്ങനെയെങ്കിൽ ഞാൻ പറഞ്ഞ ഈ കാര്യം താൻ അനുസരിച്ചേ പറ്റുള്ളൂ. ഈ ഒരു എഗ്രിമെന്റ് താൻ കണ്ടല്ലോ. ഭാര്യയെ ഭർത്താവ് എന്നുള്ള ഒരു റിലേഷനും നമ്മൾ തമ്മിൽ കാണില്ല. ഒരവകാശം എടുക്കാനും ഞാൻ വരില്ല. പകരം തൻ്റെ അമ്മയെ രക്ഷപ്പെടുത്താൻ ഞാൻ സഹായിക്കാം. തനിക്ക് ആവശ്യമുള്ള പണം ഞാൻ നൽകാം. താനൊരു ജോലി ചെയ്യുന്നു, അതിന് പണം എടുക്കുന്നത് കരുതിയാൽ മതി. തനിക്ക് ഇതിൽ ഒരു നഷ്ടം ഉണ്ടാവില്ല. തൻ്റെ അമ്മയെ ഇറക്കാനായി മാക്സിമം ഞാൻ ശ്രമിക്കും. അതോടുകൂടി തൻ്റെ പ്രശ്നവും എൻ്റെ പ്രശ്നവും സോൾവ് ആവും. തൻ്റെ അമ്മയെ തനിക്ക് പുറത്തിറക്കാം എന്ന് പറയാണ്. അപ്പോൾ ഭൂമിക്കാണെങ്കിൽ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞെന്നറിയില്ല കേട്ടോ. അത് പിന്നെ താൻ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. പക്ഷെ എത്രയും പെട്ടെന്ന് വേണം. ഇന്ന് തന്നെ നമുക്ക് അതിൻ്റെ തീരുമാനങ്ങൾ എടുക്കണം. നാളെ രാവിലെ നമുക്ക് വീട്ടിലേക്ക് കയറി ചെല്ലേണ്ടതാ എന്ന് പറയാണ്. സാർ, എനിക്ക് പേടിയാവുന്നുണ്ട്. മുത്തശ്ശി, സാറിൻ്റെ അമ്മ, സത്യൻ സാറ് എല്ലാം ഓർക്കുമ്പോൾ എനിക്ക് പറ്റുന്നില്ല. അവരെല്ലാം ചതിക്കുകയായിരുന്നെന്ന് അവർ കരുതില്ലേ? അതൊന്നും സാരില്ല. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അവളെ ഇഷ്ടമില്ല. ഞാൻ പലതവണ പറഞ്ഞിട്ടും ആരും കേൾക്കുന്നില്ല. നിശ്ചയം പടിവാതിൽ വരെ എത്തി. എല്ലാം റെഡിയാക്കിയിരിക്കുക. നാളെ നിശ്ചയം നടക്കാൻ പോവാ. അത് നടക്കാൻ പാടില്ല. അവരെയൊക്കെ മുമ്പിൽ തന്നെ ഞാൻ ഭാര്യയായിട്ട് കാണിച്ചാൽ പിന്നെ ഈ ഒരു അഞ്ജനയുടെ കേസ് ഒരിക്കലും ഉണ്ടാവില്ലല്ലോ എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ ഭൂമിക്ക് ആകെപ്പാടെ കൺഫ്യൂഷനായിട്ടോ. എന്താ ചെയ്യേണ്ടതെന്ന് അവൾക്ക് ഒരു എത്തിപ്പിടിയും കിട്ടുന്നില്ല. അങ്ങനെ ഭൂമിയാണെങ്കിൽ ഞാൻ വീട്ടിൽ പോയിട്ട് പറയാമെന്ന് പറഞ്ഞുകൊണ്ട് നേരെ വീട്ടിലേക്ക് പോവാണ്. അവിടെ ചെന്ന് മീനാക്ഷിയുടെ കാര്യങ്ങളെല്ലാം പറയുമ്പോൾ, മോളെ അത് വേണോ? അയാളുടെ ഭാര്യയായിട്ട് ആ വീട്ടിലേക്ക് പോകാമെന്നൊക്കെ പറഞ്ഞാൽ അജയ് ഒരു നല്ല മനുഷ്യനാ. പിന്നെ അയാൾ അങ്ങനെ ഒരു മോശപ്പെട്ട ആളൊന്നുമല്ല. എഗ്രിമെൻ്റൊക്കെ ഉണ്ട്. അമ്മ എന്ന് പുറത്തിറക്കുന്നോ അതോടെ കൂടിയിട്ട് എഗ്രിമെൻ്റ് കാലാവധി അവസാനിക്കും. അതോടുകൂടി ഞാൻ അജയ് തമ്മിൽ പിന്നെ യാതൊരു ബന്ധവും കാണില്ല. മോളെ, ഇതുകൊണ്ട് മോളുടെ ഭാവിയെ നശിക്കുന്നത്. ഒരു തവണ വിവാഹം കഴിഞ്ഞ മോളെ പിന്നെ ആരെങ്കിലും സ്വീകരിക്കുമോ? പിന്നെ കിട്ടിയാലും രണ്ടാം വിവാഹം ആവില്ലേ എന്ന് പറയുമ്പം ഭൂമി പറയുന്നുണ്ട്, ചേച്ചി, എനിക്ക് എൻ്റെ കാര്യമല്ല വലുത്. എൻ്റെ അമ്മയെ രക്ഷപ്പെടുത്തണം. അതിനുശേഷം ഞാൻ അമ്മ നാട്ടിൽ തന്നെ പോകും. വേറെ എവിടെയെങ്കിലും പോയി ഞങ്ങൾ ജീവിക്കും. എൻ്റെ അച്ഛൻ്റെ ഓർമ്മയിൽ എന്ന് പറയാൻ കേട്ടോ. എങ്കിലും മോളെ എന്ന് പറയുമ്പം ഞാൻ ഒന്ന് ആലോചിക്കാതെ ചേച്ചി.
ചേച്ചിയുടെ കൂടെ തീരുമാനം. അല്ല, മോളുടെ അമ്മയോട് പറയണ്ടേ? അത് പിന്നെ അമ്മയോട് പറയാൻ എനിക്ക് പേടിയാ. എങ്കിൽ ഞാനൊരു കാര്യം പറയാം. എഗ്രിമെൻ്റ് കല്യാണമെന്നൊന്നും അമ്മയോട് പറയണ്ട. മോളുടെ അമ്മ ഇപ്പോൾ മോൾ ഒറ്റയ്ക്കാണെന്നും പറഞ്ഞ് വലിയ സങ്കടത്തിലല്ലേ? അജയും താൻ നമ്മൾ ഇഷ്ടത്തിലാണെന്നും അജയ് വിവാഹം കഴിക്കാൻ പോവാണെന്നും മോള് പറഞ്ഞാൽ മതി. അങ്ങനെയാകുമ്പോൾ മോളുടെ അമ്മ സമ്മതിക്കും. അല്ലാതെ എഗ്രിമെൻ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഒരിക്കലും അമ്പേച്ച് സമ്മതിക്കില്ല. മോളുടെ ജീവിതം തകർന്നു പോകുന്ന കാര്യമല്ലേ, അതുകൊണ്ട് ഒരിക്കലും സമ്മതിക്കില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഭൂമിയും മീനാക്ഷിയും കൂടെ തീരുമാനിക്കുകയാണ് നാളെ ഇനി നമ്മുടെ അംബികയെ കാണാനായിട്ട്. അജയുടെ സ്പെഷ്യൽ പെർമിഷനോട് കൂടി തന്നെ അന്ന് വൈകുന്നേരം തന്നെ ഭൂമിയും മീനാക്ഷിയും കൂടി കാണാൻ പോവാണേ. അങ്ങനെ ജയിലിൽ പോയി കാണുന്ന സമയത്ത് ഭൂമി അവരോട് പറയുന്നുണ്ട് അജയ് തന്നെ സ്വീകരിക്കാൻ തയ്യാറാണെന്നും തന്നെ രക്ഷപ്പെടുത്താനാണെന്നും പറയുന്നുണ്ട് കേട്ടോ. ഇത് കേൾക്കുമ്പം അംബികയ്ക്ക് വലിയ സന്തോഷമാകുന്നുണ്ട്. തൻ്റെ മോൾ ഇത്രയും കാലം ഒറ്റയ്ക്കാണെന്നാണല്ലോ കരുതിയത്. പക്ഷെ സൗഭാഗ്യപുരം പോലുള്ള വലിയ കൊട്ടാരത്തിലേക്ക് തൻ്റെ മകളെ വിവാഹം കഴിച്ച് കൊണ്ടുപോകണമെന്നറിയുമ്പം അംബികയ്ക്ക് വലിയ സന്തോഷമാകുന്നുണ്ട്. അതും തൻ്റെ കേസ് അന്വേഷിക്കുന്ന തനിക്കറിയാവുന്ന അജയ് തന്നെ ആകുമ്പം ഒരുപാട് സന്തോഷമാകുന്നു കേട്ടോ. അങ്ങനെ ആ അമ്മ അജയെ വിളിച്ചു വരുത്തി അജയും ഭൂമിയും അനുഗ്രഹിക്കുന്നുണ്ട്. എഗ്രിമെൻ്റ് കാര്യമൊന്നും അമ്മയുടെ പറയണ്ടെന്ന് ഭൂമി അജയോട് നേരത്തെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഭൂമി അജയും കൂടി മാരേജ് ചെയ്യാൻ തീരുമാനിക്കുകയാണ്. തൻ്റെ അമ്മയെ രക്ഷിക്കാനായിട്ടാണ് ഭൂമി ഈ കടുകയും ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ എഗ്രിമെൻ്റ് പ്രകാരം രണ്ടുപേരും രജിസ്റ്റർ മാരേജ് ചെയ്യാണ്. പിറ്റേ ദിവസം രാവിലെ നിശ്ചയം നടക്കാൻ പോവാണല്ലോ. നിശ്ചയത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും നടന്നു കഴിഞ്ഞു. അവിടെ എല്ലാവരും ഉണ്ട് കേട്ടോ. എല്ലാവരും പൂജയും കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് സംഗീതേ, അജയ് എവിടെ പോയി കിടക്കുക? ഈ ദിവസമെങ്കിലും അവിടെ നേരത്തെ വന്നൂടെ? അറിയില്ലമ്മേ, ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. വരുമോ എന്ന് മാത്രം പറയുന്നുണ്ട്. ഇതുവരെ ഇങ്ങ് എത്തിയില്ല എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ മുത്തശ്ശിയും സത്യനും ബാക്കി എല്ലാവരും ആ ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് എല്ലാം റെഡിയായിട്ടിരിക്കുകയാണ് കേട്ടോ. ഹാളില് പൂജകളും കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. ഇതേ സമയത്ത് നമ്മുടെ ഭൂമിയും അതുപോലെ തന്നെ അജയും വിവാഹം കഴിഞ്ഞ് വരികയാണേ. അവര് അജയുടെ വണ്ടി തന്നെ വരുന്നുണ്ട്. ഭൂമിയും ഒരുങ്ങി മാലയൊക്കെ ഇട്ട് അജയ് അതുപോലെ തന്നെ ഒരുങ്ങി മാലയൊക്കെ ഇട്ട് ആ വീട്ടിലേക്ക് വരാൻ ഒരുങ്ങാണ്. അങ്ങനെ രണ്ടുപേരും വീടിൻ്റെ പടിക്കലെത്തി കേട്ടോ. ഡോർ തുറന്ന് അജയും ഭൂമി ഇറങ്ങുന്നുണ്ട്. രണ്ടുപേരും നടന്നിടന്ന് ഹാളിലേക്ക് വരികയാണ്. ഹാളിലേക്ക് രണ്ടുപേരും വന്ന് നിൽക്കുന്ന കാണുമ്പോഴേക്കും മുത്തശ്ശിയും സത്യനും സംഗീതയും എല്ലാവരും ഞെട്ടി വിറച്ച് പോവാണ്. അഞ്ജനയുടെ ഭവാനിയുടെ കാര്യം ഇനി പറയണ്ടല്ലോ. അവരും ആകെപ്പാടെ വിറച്ച് നിൽക്കുന്നു കേട്ടോ. ഭവാനിയുടെ ഏറ്റവും വലിയ പ്ലാൻ ആയിരുന്നല്ലോ അജയെ കൊണ്ട് അവളെ കെട്ടിക്കാന്നുള്ളത്. അങ്ങനെ അവളെ എങ്ങനെയെങ്കിലും ഈ വീടിൻ്റെ അവകാശിയാക്കണം എന്നായിരുന്നല്ലോ ഭവാനിയുടെ പ്ലാനിങ്. അതെല്ലാം ചീറ്റിപ്പോയതറിഞ്ഞ് ഭവാനി ഞെട്ടി നിൽക്കുകയാണ്. ഇത്രയും കാലം തങ്ങളെ സ്വന്തം മോളെ പോലെയും കൊച്ചുമോളെ പോലെയൊക്കെ കരുതി സ്നേഹിച്ച ഭൂമി തങ്ങളെ ചതിക്കായിരുന്നറിഞ്ഞ് എല്ലാവരും ആകെപ്പാടെ വിറച്ച് നിൽക്കുകയാണ്. ഭൂമിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അകത്തേക്ക് കയറാൻ ശ്രമിച്ച അജയുടെ മുത്തശ്ശി നിൽക്കവിടെ എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട് രണ്ടുപേരും കാല് പുറകോട്ടെടുത്ത് വെക്കാണ് കേട്ടോ. എന്തിനാടാ നീ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് ചോദിക്കാണ്. മുത്തശ്ശി അത് പിന്നെ എന്ന് പറയുമ്പോൾ മിണ്ടിപ്പോകരുത് നീ എന്ന് പറയുന്നുണ്ട് കേട്ടോ. മുത്തശ്ശി എന്ന് പറയുമ്പോൾ വേണ്ട, ഒന്നും പറയണ്ട, നീ ഇങ്ങനെ ചതിക്കുമെന്ന് ഞങ്ങൾ ഒരിക്കലും കരുതിയില്ല എന്ന് പറയുന്നുണ്ട്. മുത്തശ്ശി എന്ന് വിളിക്കുമ്പോൾ വേണ്ട, എന്നെ വിളിക്കണ്ട എന്ന് പറയാൻ കേട്ടോ. മുത്തശ്ശി, ഞാനും ഭൂമി നമ്മൾ ഇഷ്ടത്തില്ല. അത് മാത്രമല്ല ഭൂമിക്കിപ്പോൾ ആരുമില്ല, അവൾ ഒറ്റയ്ക്കാ. അവളെ ഒറ്റയ്ക്ക് വിടുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. പിന്നെ ഞാൻ പറഞ്ഞിരുന്നല്ലോ അഞ്ജനെ എനിക്കിഷ്ടമില്ല. എൻ്റെ മനസ്സിൽ വേറെ പെൺകുട്ടിയാണെന്ന് ഞാൻ പറഞ്ഞല്ലേ? അതേടാ, നീ പറഞ്ഞു വേറെ പെൺകുട്ടിയാണെന്ന്. എന്നിട്ട് ആ പെൺകുട്ടി അല്ലല്ലോ നീ വിവാഹം കഴിച്ചത്, ഇവളെ അല്ലേ എന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ എനിക്ക് ഭൂമി ഇഷ്ടമാണ്, അവൾ ഒറ്റപ്പെടുത്തണമെന്ന് ഞാനും കരുതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അജയ് പറയുമ്പോൾ അങ്ങോട്ടേക്ക് സത്യം വരുന്നുണ്ട്. ഇത്രയും കാലം നിന്നെ ഒരു മോളെ പോലെ സ്നേഹിച്ചത്, പക്ഷെ നീ ഇങ്ങനെ അടിക്കുന്ന ഒരിക്കലും കരുതിയില്ല. നീ ചതിക്കുകയായിരുന്നല്ലേ എല്ലാവരെയും, കാശിന് വേണ്ടി നീ മനഃപൂർവ്വം കെട്ടിയാടുകയായിരുന്നല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. ഇനി മേലാൽ നീ എന്നെ അച്ഛാന്ന് വിളിക്കരുത്, സോറി അച്ഛൻ്റെ സ്ഥാനത്ത് കാണരുത്, ഞാൻ നിന്നെ മകളായും കാണില്ല, മിണ്ടിപ്പോകരുത് എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും മുത്തശ്ശിയും പറയാണ്, നിന്നെ ഒരു കൊച്ചുമോളെ പോലെ കണ്ട് ഞാൻ എന്തുമാത്രം സ്നേഹിച്ചു, കാശിന് വേണ്ടി നീ മനഃപൂർവ്വം ഇങ്ങനെ ചെയ്യായിരുന്നല്ലേ എന്ന് ചോദിക്കാൻ കേട്ടോ. ഭൂമിക്കാണെങ്കിൽ ഒന്നും പറയാനില്ല, ഒന്നും മിണ്ടാതെ അവൾ കരഞ്ഞോണ്ട് നിൽക്കുന്നുള്ളൂ കേട്ടോ. ഈ വീട്ടിലേക്ക് രണ്ടുപേരും കയറണ്ട എന്ന് പറഞ്ഞ് മുത്തശ്ശി അകത്തേക്ക് പോകുന്നുണ്ട്. പക്ഷെ സംഗീതയ്ക്ക് ഭൂമിയെ ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. ഭൂമി ഓൻ വിവാഹം കഴിച്ചതിൽ അവൾക്ക് 100% സന്തോഷമാണ്. അഞ്ജനെ ഒട്ടും ഇഷ്ടമില്ലായിരുന്നല്ലോ സംഗീതയ്ക്ക്. സംഗീത അത് ഒത്തിരി സന്തോഷിക്കുന്നുണ്ട്. നിലവിളക്കെടുത്ത് ആരതി ഒഴിഞ്ഞ് സ്വീകരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും മുത്തശ്ശി ഇങ്ങനെ ഇടഞ്ഞു നിൽക്കുന്നതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. സംഗീത അങ്ങോട്ടേക്ക് ചെന്നിട്ട് മുത്തശ്ശിയോട് പറയുന്നുണ്ട്, അമ്മേ അമ്മ ഒന്ന് നോയിക്കേ,
എന്താടി എന്ന് ചോദിക്കുമ്പോൾ അമ്മേ എന്താണെങ്കിലും രണ്ടുപേരും വിവാഹം കഴിച്ചു. നമ്മുടെ തറവാട്ടിൽ ഇന്നേ വരെ കയറി വന്ന ആരെയും നമ്മൾ വെറുതെ ഇറക്കി വിട്ടിട്ടില്ല. അത് അമ്മയ്ക്ക് അറിയാലോ. ദേ അച്ഛൻ മരിച്ചു പോയൊരു പെൺകുട്ടിയാ. അവളോരോ നിൽക്കുമ്പോൾ നമ്മൾ എങ്ങനെയാ അമ്മേ പുറത്ത് ഇറക്കി വിടുക എന്ന് ചോദിക്കുന്നുണ്ട്. അച്ഛൻ മരിച്ചിട്ട് ഇത്ര ദിവസം പോലും ആയില്ല. വിവാഹം പോയിട്ട് മറ്റൊരു ചടങ്ങും പാടില്ലെന്ന് ഇവക്കറിയില്ലേ? എന്നിട്ടും ഇവനെ വിവാഹം കഴിച്ച് ഈ ദിവസം തന്നെ കയറി വരണമെങ്കിൽ അവൾ എന്തൊരു പെണ്ണായിരിക്കും എന്ന് ആലോചിച്ച് നോക്കുന്നൊക്കെ പറഞ്ഞ് ഭൂമിനെ മോശമായിട്ട് സംസാരിക്കുകയാണ്. അമ്മേ അങ്ങാണെന്ന് സംസാരിക്കല്ലേ, അജയ് പറഞ്ഞല്ലോ അവൻ നിർബന്ധിച്ചാണ് ഈ വിവാഹം കഴിപ്പിച്ചതെന്ന്. പിന്നെ എന്തിനാ നമ്മൾ ആ കുട്ടിയെ പറഞ്ഞത് എന്ന് ചോദിക്കാണ്. മുത്തശ്ശി അങ്ങനെ ഇടഞ്ഞു നിൽക്കുകയാണേ. പക്ഷെ സംഗീതയുടെ ഭർത്താവ് മാധവനും ഭൂമിയെ വളരെ ഇഷ്ടമാണ്. ഭവാനിയും അഞ്ജനയൊക്കെ ഒന്നും മിണ്ടാതെ കലിപ്പിച്ച് നിൽക്കുകയാണേ. അപ്പോഴേക്കും ഭവാനി അഞ്ജനോട് കരയാൻ പറയുന്നുണ്ട്. അഞ്ജന പൊടുന്നതിനെ പൊട്ടിക്കരയാണ്. ഓടിപ്പോയിട്ട് മുത്തശ്ശിയെ കെട്ടിപ്പിടിച്ച് മുത്തശ്ശി എന്ന് പറഞ്ഞ് കരഞ്ഞ് നിലവിളിക്കുന്നുണ്ട്. മുത്തശ്ശി, എൻ്റെ ജീവിതം പോയി, എന്തൊക്കെ സ്വപ്നം കണ്ടതാ മുത്തശ്ശി എനിക്ക് വാക്ക് തന്നത്, എന്നിട്ടിപ്പോൾ കണ്ടോ മുത്തശ്ശി എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടി കരയുന്നു കേട്ടോ. കണ്ടോ സംഗീതേ, ഞാനിതിന് എന്ത് മറുപടി പറയണം എന്ന് ചോദിക്കാണ്. അമ്മേന്ന് പറയുമ്പം വേണ്ട, നീ ഒന്നും പറയണ്ട. കണ്ടില്ലേ എൻ്റെ മോള് കിടന്ന് കരയുന്നത്, അവക്ക് വാക്ക് കൊടുത്ത് ഇനി ഞാനാ, അതുകൊണ്ട് അവരോട് കയറ്റാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുമ്പോഴേക്കും അജയ് വലതുകാലത്ത് വെച്ച് കേട്ടിട്ട് പറയുന്നുണ്ട്. മുത്തശ്ശി, ഈ വീട്ടിൽ എനിക്കും തുല്യ അവകാശമുണ്ട്. എല്ലാവരും പേരിലേക്ക് മുത്തശ്ശി സ്വത്തുക്കൾ എഴുതി മാറ്റിയാണല്ലോ. മുത്തശ്ശി തിരിച്ചെടുക്കാൻ പറ്റുമായിരിക്കും, പക്ഷെ അതുവരെ ഇത് എനിക്കുള്ളതും കൂടെ അല്ലേ. എൻ്റെ ഭാര്യയ്ക്കും ഈ തറവാട്ടിൽ അവകാശമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ കയറാൻ പറഞ്ഞുകൊണ്ട് കഴിഞ്ഞിട്ടുമാണ്. ആചാര്യ കയ്യിൽ പിടിച്ചുകൊണ്ട് ഭൂമി ആ കയ്യിലും പിടിച്ചുകൊണ്ട് അകത്തേക്ക് വലുതളിച്ച് കയറുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്ക് സംഗീത പെട്ടെന്ന് പോയി നിലവിളക്ക് എടുത്തുകൊണ്ട് വരുന്നുണ്ട് കേട്ടോ. നിലവിളക്ക് എടുത്ത് ഭൂമിയുടെ കയ്യിൽ കൊടുത്തിട്ട് എടുത്തിട്ട് വരുവാണ്. എന്നിട്ട് രണ്ടുപേരെയും ഒഴിയുന്നുണ്ട്. അങ്ങനെ അകത്തേക്ക് കയറി വരാൻ പറയാൻ കേട്ടോ. സംഗീതേ എന്ന് വിളിക്കാൻ മുത്തശ്ശി. എൻ്റെ വാക്കപ്പോൾ ധിക്കരിച്ചുകൊണ്ട് അവരെ അകത്ത് കയറ്റാൻ നീ തീരുമാനിച്ചോ? അമ്മേ അത് പിന്നെ എന്ന് പറയുമ്പോൾ അജയ് പറയാണ്, അമ്മയൊന്നും പറയണ്ട, ഇത് എൻ്റെ തീരുമാനമാണ്. ഞാനിവളെ വിവാഹം കഴിച്ചു. എൻ്റെ ഭാര്യ നിൽക്കേണ്ടത് ഇവിടെയാ. അതല്ല മുത്തശ്ശിക്ക് ഇവളെ നിർത്താൻ പാടില്ല എന്നുണ്ടെങ്കിൽ ഞാനും ഇവളും എൻ്റെ അമ്മയച്ഛനും ഇവിടെ നിറയിക്കോളാം എന്ന് പറയുന്നു കേട്ടോ. മുത്തശ്ശിക്ക് ഇപ്പോൾ പറയാൻ വാക്കുകളൊന്നും ഇല്ല. അഞ്ജന ഇപ്പോൾ വീണ്ടും കരുന്നൽ അഭിനയിക്കുമ്പോൾ അഞ്ജനോടെ മുത്തശ്ശി പറയുന്നുണ്ട്, മോളെ ഈ കല്യാണമൊന്നും അധികം ആയുസില്ല. എല്ലാവരും ചതിച്ചുകൊണ്ട് കയറി വന്നില്ല അവൾ. എത്രയും പെട്ടെന്ന് അവളോട് നിറങ്ങും. കൊലപാതകയായ ഒരു അമ്മയും മോളും. അതുകൊണ്ട് മോള് വിഷമിക്കണ്ട. എന്താണെങ്കിലും ഞാൻ പറഞ്ഞ വാക്ക് ഞാൻ പാലിച്ചിരിക്കും. അജയ് മോക്കുള്ളതാ. എന്തെങ്കിലും ഒരു ദിവസം മോളെ കൂടെ അജയ് ഞാൻ വിവാഹം കഴിപ്പിച്ചിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് അഞ്ജനയോട് മുത്തശ്ശി പറയാൻ കേട്ടോ. പറഞ്ഞോട് ദേഷ്യപ്പെട്ട മുത്തശ്ശി അകത്തേക്ക് കയറി പോകുന്നുണ്ട്. സത്യനാണെങ്കിലോ അഞ്ജനോട് പറയാണ്, മോളെ കരയണ്ട, മോള ഇനി മുതൽ എൻ്റെ മോള്, സ്വന്തം മോളെ പോലെ ഞാൻ നോക്കിക്കോളാം നിന്നെ എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ട് സത്യം ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങി അവൻ്റെ വീട്ടിലേക്ക് പോവുകയാണേ. ഭവാനിയും ദേഷ്യപ്പെട്ട് അഞ്ജലിയെ കൊണ്ട് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. ബാക്കി എല്ലാവരും അവിടെ നിൽക്കാണ്. ഭൂമി കരഞ്ഞുകൊണ്ട് അകത്ത് നിൽക്കുമ്പം സംഗീതം ഒന്ന് പറയുന്നുണ്ട്, മോളെ ശരിക്കും പറഞ്ഞാൽ ഈ വിവാഹത്തിനോട് എനിക്ക് തീരെ താല്പര്യമില്ലായിരുന്നു. പിന്നെ അമ്മ നിർബന്ധിച്ചുകൊണ്ടാ. മോളെ കണ്ടപ്പോൾ തൊട്ട് എൻ്റെ മനസ്സിൽ വല്ലാണ്ട് ഇഷ്ടമായിരുന്നു. മോളെയും അജയും ഒരുമിച്ച് ഞാൻ സ്വപ്നം വരെ കണ്ടിട്ടുണ്ട്. നിങ്ങൾ വിവാഹം കഴിക്കുന്ന പോലെ ഇത്രയും പെട്ടെന്ന് ഈശ്വരൻ നടത്തരുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. എൻ്റെ മോളും മോനും തമ്മിൽ നല്ല ചേർച്ചയാ. എന്ത് ഭംഗിയെന്നറിയാം മോളെ കാണാൻ. മോളുടെ പോലെ നല്ല മനസ്സും നല്ല സ്വഭാവമുള്ളവരാ എനിക്ക് വേണ്ടത്, അല്ലാതെ ആ അഞ്ജനെ പോലുള്ളവരെ അല്ല. പിന്നെ മോളുടെ അമ്മ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാം. മോളുടെ അച്ഛൻ്റെ കാര്യങ്ങളും എനിക്ക് നന്നായി അറിയാം. എൻ്റെ മോനല്ലേ ആ കേസ് അന്വേഷിക്കുന്നത്, അവനറിയാലോ സത്യങ്ങൾ. അതുകൊണ്ട് മോൾ ഒരിക്കലും വിഷമിക്കണ്ട കേട്ടോ, അകത്തേക്ക് കയറി വാ എന്നും പറഞ്ഞുകൊണ്ട് അവളെയും കൂട്ടി സംഗീത അകത്തേക്ക് കയറി പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവർ രണ്ടുപേരും വിവാഹം കഴിയാണ്. ഇതിന് ശേഷമാണ് കേട്ടോ ഈ ഫോണിൻ്റെ കേസൊക്കെ വരുന്നത്. ഫോണും കൊണ്ട് നമ്മുടെ ഭൂമി കേസ് കളിക്കാൻ ഇറങ്ങുന്നുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ നെക്സ്റ്റ് പാർട്ടായിട്ട് അടുത്തൊരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. മിസ് ആവാതിരിക്കാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.